उत्तर प्रदेश के जौनपुर में मंदिरों से घंटा चुराने वाले ब्रिजेश मिश्रा, प्यारेलाल मिश्रा, रिंकू पंडित और सुनो अरुण पंडित तो भी फरार है। ये वो लोग हैं जो दिन में जय श्री राम का नारा लगाते हैं और रात में मंदिरों में चोरी करते हैं। പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ തീവ്രവാദികളെ അതിസാഹസികമായി നേരിട്ട് കീഴ്പ്പെടുത്തിയ സ്വയം സേവകരെ പോലീസ് ആദരിച്ചു എന്നല്ല ഈ വാർത്ത. ഉത്തർപ്രദേശിലെ ജോൺപൂരിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച കേസിൽ 4 സംഘികളെ അറസ്റ്റ് ചെയ്തുവെന്നാണ്. ബ്രിജേഷ് മിശ്ര, പ്യാരിലാൽ മിശ്ര, റിങ്കു പണ്ഡിറ്റ്, അരുൺ പണ്ഡിറ്റ് ഇവന്മാർ 4 പേരുമാണ് പ്രതികൾ. പകൽ സമയങ്ങളിൽ ജയ് ശ്രീരാം വിളിച്ച് മുസ്ലിങ്ങളുടെ കടകൾ കൊള്ളയടിക്കുക, കന്നുകാലി ബിസിനസ് ചെയ്യുന്നവരെ ഗോമാതാവിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടുക, എന്നിട്ട് രാത്രികാലങ്ങളിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക, വിഗ്രഹവും വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും മോഷ്ടിക്കുക. 2014 ശേഷം രാജ്യത്ത് രൂപപ്പെട്ട പ്രത്യേകതരം ഹൈന്ദവ സ്നേഹത്തിന്റെയും ഹൈന്ദവ മത വിശ്വാസ സങ്കല്പങ്ങളുടെ സംരക്ഷണത്തിന്റെയും ആർഷഭാരത സംസ്കാരത്തിന്റെയും ഭാഗമായിട്ടുള്ള പ്രവർത്തികളാണ് ഇതൊക്കെ. പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, ഇനിയും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വിഗ്രഹങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല. ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിലും ജയ് ശ്രീരാം വിളികളോടെ ഈ അക്രമികളെ, ഈ മോഷ്ടാക്കളെ, ഈ സംഘപരിവാർ തീവ്രവാദികളെ ന്യായീകരിക്കാൻ ചില സംഘികൾ വരും. അവന്മാരുടെ വീടുകളൊന്ന് പരിശോധിച്ചാൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്നും മോഷണം പോയ വിഗ്രഹങ്ങളും പണവും കണ്ടെത്താൻ സാധിക്കും. കാരണം ഹൈന്ദവ വിശ്വാസത്തെ മറയാക്കി മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറഞ്ഞ് ജയ് ശ്രീരാം വിളിച്ചു നടക്കുന്ന പല സംഘികളും സമാനമായ കേസിൽ, ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച കേസിൽ അറസ്റ്റിലായിട്ടുള്ളവരാണ്. അത്തരം കേസുകൾ കേരളത്തിൽ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം അറസ്റ്റിലായിട്ടുള്ളത് BJP സംഘപരിവാർ പ്രവർത്തകരായിരുന്നു. അതുകൊണ്ട് മതത്തിന്റെ മറവിൽ കക്കലും മുക്കലും വർഗീയതയും സ്ഥിരം തൊഴിലാക്കിയ സംഘികളെ ഹിന്ദു സമൂഹം തിരിച്ചറിയുക, ജാഗ്രത പാലിക്കുക.